പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പരീക്ഷയുടെ ഭയത്തിൽ നിന്ന് ഓരോ മക്കളെയും രക്ഷിക്കണമേ. പരീക്ഷ എഴുതുന്ന സമയത്ത് അമ്മ അവരുടെ ഒപ്പമായിരിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം കൈവരുപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. എല്ലാവിധ ഭയത്തിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണമേ. അമ്മേ മാതാവേ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവർക്ക് ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് ഒഴുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ആ മക്കൾക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിയുടെ വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ. കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണല്ലോ. കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഓരോ മക്കളെയും വിടുവിക്കണമേ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സംഘർഷത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജീവിതത്തിൽ മുൻപോട്ടിനി എങ്ങനെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴിയുടെ വാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ കാവൽ ചെയ്ത് സംരക്ഷണം നൽകി അമ്മ കൂടെ നിൽക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും വർദ്ധിപ്പാൻ തക്കവിധം ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്ത് നിന്ന് യുദ്ധങ്ങളും കലഹങ്ങളും പാടെ തുടച്ചു നിൽക്കണമേ. സ്വർഗത്തിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ. അമ്മയെ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ. അമ്മയെ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അമ്മയെ ഞങ്ങളുടെ വേദനകൾ അറിയണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ദിനംതോറും ഭയത്തിലും ദുഃഖത്തിലും കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ ഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ. അമ്മേ മാതാവേ, എല്ലാവിധ ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. അമ്മേ മാതാവേ, അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഓരോ മക്കൾക്കും അങ്ങ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ജോലി കൃത്യനിഷ്ഠയോടെ സത്യസന്ധതയോടെയും ചെയ്യുവാൻ തക്കവിധം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ജോലി ഭാരത്താൽ വലയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ താങ്ങിക്കൊള്ളണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ രോഗക്കിടക്കയുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. ഓപ്പറേഷൻ വേണമെന്നറിഞ്ഞ് ഭയന്നിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഓപ്പറേഷനും കൂടാതെ തന്നെ അവരെ രോഗം സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സുമാരെയും നേഴ്സുമാരെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവർക്ക് രോഗസൗഖ്യം നൽകണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ചോർന്നൊലിക്കുന്ന ഭവനങ്ങളിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ട്. സ്വന്തമായൊരു ഭവനം പോലുമില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കൃപയുടെ വാതിൽ തുറന്ന് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു കുഞ്ഞു പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ.
പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മയെ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ. ശക്തമായി ഞങ്ങളെ സഹായിപ്പാനായിട്ട് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധതയോടുകൂടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഭയാരപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. പ്രയാസപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. ക്ഷമയോടെ സന്തോഷത്തോടെയും അങ്ങ് നൽകുന്നതെല്ലാം സ്വീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കുറ്റങ്ങളോ കുറവുകളോ പറയുന്നവരാകാതെ ദൈവം നൽകുന്ന ഓരോന്നിനും നന്ദി പറഞ്ഞ് ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പിണക്കത്തിലും ദുഃഖത്തിലും കഴിയുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോയോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ. അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ. എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.